ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ഷാജി. ആദ്യം പ്രധാന വാർത്തകൾ. ലബനൻ പേജർ സ്ഫോടനത്തിൽ വൻ വഴിത്തിരിവ്. അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്ക്. നോർവേ പൗരത്വമുള്ള റിൻസൺ ജോസ് കമ്പനി ഉടമ. ആളിക്കത്തി തിരുപ്പതി-ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദം. പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. മുൻ മുഖ്യമന്ത്രി ജഗൻമോഹനെതിരെ കേസെടുക്കണമെന്ന് BJP. പി ശശിക്കെതിരെ ആഞ്ഞടിച്ച് വീണ്ടും PV അൻവർ. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിക്ക് മുൻപിലെത്താതെ പൂഴ്ത്തിവച്ചെന്നും വിമർശനം. പൂരം കലക്കലിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI. അന്വേഷണം അട്ടിമറിച്ചെന്ന് VS സുനിൽകുമാർ. റിപ്പോർട്ട് പഠിച്ച് മറുപടി പറയാമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. നടിയാക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് കർശന ഉപാധികളോടെ ജാമ്യം. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, മറ്റു പ്രതികളുമായി ബന്ധം പാടില്ലെന്നും കോടതി. സംസ്ഥാനത്ത് സർക്കാർ അനാസ്ഥ തുടർക്കഥ. ലൈഫ് പദ്ധതിക്ക് കേന്ദ്രം നൽകുന്ന തുക കൈമാറിയില്ല. പണം പിടിച്ചുവെക്കുന്നത് 2 മാസം വരെ. തലസ്ഥാനത്തെ ആമിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ. വീടെന്ന വാഗ്ദാനം പാഴ്വാക്ക്. സർക്കാർ പറഞ്ഞ തുകയ്ക്ക് പരിസര പ്രദേശത്തൊന്നും വസ്തു ലഭിക്കില്ലെന്ന അമ്മ. ജനം എക്സ്ക്ലൂസീവ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് പിന്തുണച്ചതിന് തെളിവ്. 2015 പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ അനുകൂലിച്ചു വന്ന രേഖകൾ. സമയവും അധ്വാനവും ലാഭിക്കാമെന്ന നിലപാട്. ജനം ബിഗ് ബ്രേക്ക്. വാർത്തകളിലേക്ക് വിശദമായി. നടി ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം എന്നായിരുന്നല്ലോ. കർശന ഉപാധികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്തെല്ലാം വ്യവസ്ഥകളാണുള്ളത്? ലക്ഷ്മി, നടി ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവാണ് നിലവിൽ വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നത്. കർശന വ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു ഉത്തരവായിരുന്നു സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഒരു കർശന വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാണ് വിചാരണ കോടതി ഉപാധികളോടുകൂടി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികൾ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾജാമ്യ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ ഒരു സിം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ആ സിമ്മിന്റെ നമ്പർ കോടതിയിൽ നൽകണം. എല്ലാ മാസവും 10-ാം തീയതി ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ഈ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള കാര്യം അത് റിപ്പോർട്ടായിട്ട് കോടതി മുൻപാകെ സമർപ്പിക്കുകയും വേണം. മാത്രവുമല്ല, റൂറൽ SP പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കണം. മാധ്യമങ്ങളോട് യാതൊരു കാരണവശാലും പ്രതി സംസാരിക്കുവാൻ പാടില്ല. ഇരയോ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. തെളിവുകൾ നശിപ്പിക്കരുത്. ഒപ്പം തന്നെ ഈ വിചാരണ കോടതിയുടെ പരിധി വിട്ടുപോകരുത് തുടങ്ങിയ വ്യവസ്ഥകളാണ് നിലവിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടാതെ മറ്റൊരു കേസ് കൂടി ഈ പൾസർ സുനിക്കെതിരെ ഉണ്ട്. അതിലുള്ള ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ ഈ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പക്ഷേ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷേ പൾസർ സുനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കും. ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത്, നിലവിൽ ഈ നേരത്തെയുള്ള, അതായത് ഈ കാക്കനാട് ജയിലിൽ ഈ കേസിൽ തന്നെ റിമാൻഡിൽ കഴിഞ്ഞ സമയത്ത് പൾസർ സുനി ഫോൺ ഉപയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് നിലവിൽ കോടതിയുടെ പരിഗണനയുള്ളത്. അതിൽ കൂടി കോടതി എടുക്കുന്ന തീരുമാനമായിരിക്കും ഏറെ നിർണായകമാവുക. എന്തായാലും അതിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാവുക. എന്തായാലും അത് ബെയിലബിൾ ഒഫൻസ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും
എന്തായാലും 7.5 വർഷം, അതായത് 2017 ഫെബ്രുവരി 17-നാണ് ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. 23-ന് പൾസർ സുനിയെ നാടകീയമായിട്ട് തന്നെ കോടതിയിൽ ഈ കീഴടങ്ങാൻ എത്തിയ സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഏകദേശം 10ഓളം തവണയാണ് ജാമ്യം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മേൽക്കോടതി, അതായത് ഹൈക്കോടതി അടക്കം സുനി സമീപിച്ചിരുന്നു. അതൊക്കെ തന്നെ തള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ സുപ്രീം കോടതിയെ കഴിഞ്ഞ ദിവസം ഈ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ച സമയത്ത് സുപ്രീം കോടതി ഉത്തരവിറക്കിയ സമയത്ത് പറഞ്ഞ ചില നിർണായകമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതായത് 7.5 വർഷം ഒരാൾ ജയിലിൽ കിടക്കുന്നു, ഇതിന്റെ വിചാരണ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, 87 ദിവസത്തോളം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വിസ്തരിച്ച ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. അനന്തമായിട്ട് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഒപ്പം തന്നെ ഈ കർശന ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള അഭിപ്രായം പ്രോസിക്യൂഷന് വിചാരണ കോടതിയിൽ മുന്നോട്ട് വെക്കാമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് വിചാരണ കോടതി ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആ ഉത്തരവാണ് നിലവിൽ വിചാരണ കോടതി ജഡ്ജിയായിട്ടുള്ള ഹണിയും വർഗീസ് നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കർശന വ്യവസ്ഥകൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വ്യവസ്ഥകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതായത് പ്രതിക്ക്, അതായത് ഈ പൾസർ സുനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ ആ വാദം മുന്നോട്ട് വെച്ച സമയത്ത് കോടതി പറഞ്ഞത് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെത് അല്ലെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, അതിനു വേണ്ടിയിട്ട് പ്രതിയെ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും റൂറൽ SP ഈ സുരക്ഷ, പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഒപ്പം തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പൾസർ സുനിയുടെ പെരുമാറ്റം സംബന്ധിച്ച് എല്ലാ മാസവും 10-ാം തീയതി കോടതിക്ക് റിപ്പോർട്ട് നൽകണം തുടങ്ങി കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് 7.5 വർഷത്തിന് ശേഷം ഈ നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് നിലവിൽ വിചാരണ കോടതി നടപ്പിലാക്കിയിരിക്കുന്നത്. ലക്ഷ്മി. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. പി ശശിക്കെതിരായ ആരോപണം ആവർത്തിച്ച് PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് P ശശിയാണ്. ഫയൽ മുഖ്യമന്ത്രിക്ക് മുൻപിലെത്താതെ പൂഴ്ത്തിവെച്ചു. P ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയതെന്നും അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരാതി ഇന്നലെ കൈമാറിയിട്ടുണ്ട്. പാർട്ടിയുടെ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഈ പറയുന്ന വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ സ്വാഭാവികമായും ആ പരാതി പരിശോധിക്കുകയും കേരളത്തിലെ ജനമന്വേഷണം എന്താ ഇത് നീണ്ടുപോകുന്നത്, ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പൊ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. അതാ ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. ശിവദാസ് ഉണ്ട്. ശിവദാസ്, നമുക്കറിയാം ഈ PV അൻവർ MLAയുടെ ആരോപണങ്ങൾ ചൂടുപിടിച്ചതോടെയാണ് ADGPക്കും മലപ്പുറം മുൻ SP-ക്കും ഒക്കെ എതിരായ അന്വേഷണങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കാരണം. ഇപ്പോൾ P ശശിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, അന്വേഷണം നടത്തേണ്ടത് പാർട്ടിയാണെന്നും PV അൻവർ MLA പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ലക്ഷ്മി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും പോലീസിൽ അദ്ദേഹം തൻ്റെ ചട്ടലംഘനം നടത്തുന്നു, തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്നു, ഇപ്പോഴും സമാന്തരമായ അദ്ദേഹം അന്വേഷണം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ അജിത് കുമാറിനെതിരെയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് P ശശിയാണ് പലപ്പോഴും ഈ അജിത് കുമാറിനെതിരായി താൻ നൽകിയ പരാതികൾ അടക്കം അത് പൂഴ്ത്തിവെക്കാൻ ഇടയാക്കിയത് P ശശിയാണ്. അദ്ദേഹത്തിനെതിരെ
പോലീസിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് തെളിവുകൾ സഹിതം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ സഹിതം വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കാരണം പലപ്പോഴും അദ്ദേഹത്തിന് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പി ശശിക്കെതിരായി പരാതികൾ നൽകിയിട്ടും അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പത്രക്കുറിപ്പ് പോലും ഈ സംഭവത്തിൽ അദ്ദേഹം പുറത്തിറക്കിയിട്ടില്ല. പ്രത്യേകിച്ച് പോലീസിനെതിരായ പരാതി നൽകിയപ്പോഴൊക്കെ തന്നെ ഈ രീതിയിൽ തന്നെയായിരുന്നു ഇടപെടൽ. അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ നേരിട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പരാതിയിൽ ഇനി പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. ആ പാർട്ടി അന്വേഷണത്തിന് ശേഷം മറ്റു കൂടുതൽ കാര്യങ്ങൾ താൻ പുറത്തുവിടും. ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതുമായി നിലവിൽ നൽകിയ പരാതിയിൽ നടപടികൾ ഉണ്ടായ ശേഷം ഈ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ADGPക്കെതിരായി ഇപ്പോൾ പുറത്തു വന്ന വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. SIT താൻ പറയുന്ന കാര്യങ്ങൾ SITക്ക് വിശ്വാസം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തൻ്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ താൻ നൽകിയിട്ടുണ്ട്, മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ താൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പോലീസിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തരമായ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളെല്ലാം തന്നെ ഈ ഒരു മൊഴി എടുക്കുന്ന സമയത്ത് താൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൈവശമുണ്ടായിരുന്ന വോയിസ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റ് തെളിവുകൾ, രേഖാമൂലമുള്ള മറ്റ് തെളിവുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമാന്തരമായ ഒരു അന്വേഷണം ADGP ഇപ്പോൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായ അന്വേഷണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ സേനയെ ഉപയോഗിച്ചു തന്നെ സമാന്തരമായ ഒരു അന്വേഷണം സേനയ്ക്കുള്ളിൽ നിന്ന് അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MR അജിത് കുമാറിനെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട DGPക്ക് കത്ത് കൈമാറിയിട്ടുണ്ട്, DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും PV അൻവർ സൂചിപ്പിക്കുന്നു. ശരി. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുള്ള അന്വേഷണം അട്ടിമറിച്ചതായി മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തയ്യാറാക്കി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും DGPക്കും അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. അതേസമയം പൂരം വിഷയത്തിലെ റിപ്പോർട്ടിൽ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ പൂരം കലക്കൽ അന്വേഷണം നടന്നിട്ടില്ല എന്നാണല്ലോ വിവരാവകാശ അപേക്ഷ പ്രകാരം മറുപടി ലഭിച്ചത്. ഇതിൽ ഘടകകക്ഷികൾ അതൃപ്തി കൂടിയാണ് സുനിൽകുമാർ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ അന്വേഷണം അട്ടിമറിച്ചത് പോലീസാണ് എന്നുള്ളൊരു സംശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ എന്തെല്ലാം കാര്യങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, മന്ത്രി K രാജന്റെ ഈ വിഷയത്തിലെ മറുപടി എങ്ങനെയായിരുന്നു? തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണമാണ് അട്ടിമറിക്കപ്പെട്ടതായി VS സുനിൽകുമാർ ആരോപിക്കുന്നത്. ഇതിൽ തന്നെ ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പോലീസിന്റെ ഒരു ഇടപെടൽ, അതിൽ കൃത്യമായിട്ടുള്ള പരാതി നൽകിയിട്ടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം കത്തയച്ചിട്ടും ഇതുവരെ തന്നെ അതിനൊരു മറുപടി ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തു വന്ന വാർത്ത, അതായത് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നതായി അറിവില്ല എന്ന തരത്തിൽ വന്ന ഈ വാർത്തകളാണ് തന്നെ ഞെട്ടലുളവാക്കിയത് എന്നുള്ള കാര്യമാണ് VS സുനിൽകുമാർ പറയുന്നത്. ഇതിൽ തന്നെ ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ റിപ്പോർട്ട് മറക്കി വെക്കുകയാണ് ചെയ്തത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താണ്, സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു കാര്യം അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് സുനിൽകുമാർ ചോദിക്കുന്നത്. ഇതിൽ തന്നെ മന്ത്രി K രാജൻ പറയുന്നത് ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം അതിൽ മറുപടി പറയാമെന്നുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ എത്തരത്തിലാണ് അന്വേഷണം നടന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി അറിയില്ല. അന്വേഷണം നടന്നതായാണ്, അതിന്റെ ഭാഗമായാണ് തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നില്ലെങ്കിൽ അത് CBIക്ക് കൈമാറണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം അടക്കം മുന്നോട്ട് വെക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.
തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെ എങ്ങനെയാണ് അന്വേഷണം ഏൽപ്പിക്കുന്നത്? ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെയാണോ ഏൽപ്പിക്കുന്നത്? പോലീസിന് നേരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജഡ്ജിയെ കൊണ്ടോ റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടോ സമയബന്ധിതമായി അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെ, അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ട് പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണവും യഥാസമയം കൈമാറാതെ സംസ്ഥാനം. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും 2 മാസം വരെ കൈമാറുന്നില്ല. ഇതോടെ ലൈഫ് പദ്ധതി വൻ പ്രതിസന്ധിയിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയെന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കേരളം പേര് മാറ്റി ലൈഫ് എന്ന പേരിൽ നടപ്പാക്കുന്നത്. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ പദ്ധതി എന്ന പേരിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ആകെ 4 ലക്ഷം രൂപ അനുവദിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് 50,000 രൂപ മാത്രമാണ്. ബാക്കി തുക മുഴുവൻ കേന്ദ്ര സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് നൽകുക. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകുന്ന തുക പോലും യഥാസമയം കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നത്. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും 1 മുതൽ 2 മാസം വരെ കഴിഞ്ഞ് സംസ്ഥാന സർക്കാർ ഇത് കൈമാറൂ. സംസ്ഥാന വിഹിതം അനുവദിക്കുന്നതിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം. ഇതോടെ ലൈഫ് പദ്ധതി മുടങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു വിഹിതം നൽകിയിരുന്നത്. ഇത് നിലച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളും വൻ പ്രതിസന്ധിയിലായി. ഇത് പരിഹരിക്കാനും സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളെയും സാരമായി ബാധിച്ചു തുടങ്ങുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. ആമയിഴഞ്ചൻ തോട്ടിൽ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീട് നൽകുമെന്ന വാഗ്ദാനം പാഴ്വാക്കായി. സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് ജോയിയുടെ അമ്മ ജനം ടിവിയോട് പറഞ്ഞു. സർക്കാർ പറഞ്ഞ തുകയ്ക്ക് പരിസര പ്രദേശത്തൊന്നും വസ്തു ലഭിക്കുന്നില്ലെന്നും ജോയിയുടെ അമ്മ വെളിപ്പെടുത്തുന്നു. തലസ്ഥാന നഗരിയിലെ മാലിന്യവാഹിനിയിൽ 2 മാസം മുമ്പാണ് ജോയിക്ക് ജീവൻ നഷ്ടമായത്. ജോയിയുടെ മരണത്തിലും നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിലും സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സമയത്താണ് കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം വന്നത്. മേയറുടെ കരച്ചിൽ, മന്ത്രിമാരുടെ സന്ദർശനം തുടങ്ങി വലിയ പ്രകടനങ്ങളും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വിവാദങ്ങൾ അടങ്ങിയതോടെ സർക്കാർ ജോയിയുടെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെയുമായി. തുടർ നടപടികൾ ഇല്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ജോയി മരിച്ചിട്ട് 2 മാസത്തോളമായി. അപ്പോൾ വന്ന് എന്നോട് വാഗ്ദാനം ചെയ്തതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്കത് പറഞ്ഞത് എനിക്ക് എത്രയും വേഗം സാധിപ്പിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു. 6 സെന്റ് സ്ഥലം വെറും 2.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങണമെന്ന തദ്ദേശ വകുപ്പിന്റെ വിചിത്ര നിലപാടാണ് വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം പോലും വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സർക്കാർ പറയുന്ന തുകയ്ക്ക് വീട് വെക്കാനുള്ള വസ്തു ലഭിക്കുന്നില്ലെന്നും ജോയിയുടെ അമ്മ ജനം ടിവിയോട് പറഞ്ഞു. 1 സെന്റിന് 2.5 ലക്ഷം രൂപയിട്ട് 3 സെന്റിൽ കുറയാതെ 5 സെന്റിൽ കൂടാതെ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വാങ്ങാൻ ഞങ്ങളുടെ പ്രദേശത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് അല്പം കൂടിയ പൈസയ്ക്ക് ഞങ്ങൾക്കൊന്ന് വാങ്ങിച്ചു തരണം, അല്ലാതെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നില്ല. മാരായമുട്ടത്താണ് ജില്ലാ പഞ്ചായത്ത് വീട് വയ്ക്കാനുള്ള 6 സെന്റ് സ്ഥലം കണ്ടെത്തിയത്. ഇതിന് 7 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. അനുമതി തേടിയുള്ള കത്തിന് തദ്ദേശ വകുപ്പാകട്ടെ മറുപടിയും നൽകുന്നില്ല. ജോയിയുടെ ആശ്രിതന് തിരുവനന്തപുരം നഗരസഭയിൽ ജോലി നൽകുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി. ജനം, തിരുവനന്തപുരം. PM വിശ്വകർമ്മ വാർഷികത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ് തത്സമയം. जिस बड़े पैमाने पर इस योजना के लिए अलग अलग विभाग एकजुट हुए हैं, ये भी अभूतपूर्व है. देश के 700 से ज्यादा जिले, देश की 2.5 लाख से ज्यादा ग्राम पंचायत, देश के 5,000 शहरी स्थानीय निकाय, ये सब मिलकर इस अभियान को गति दे रहे हैं. इस 1 वर्ष में ही 18 अलग अलग पैसों के 20 लाख से ज्यादा लोगों को इससे जोड़ा गया. सिर्फ साल भर में ही
8 लाख से ज्यादा शिल्पकारों और कारीगरों को स्किल ट्रेनिंग, स्किल अपग्रेडेशन मिल चुकी है। अकेले महाराष्ट्र में ही 60,000 से ज्यादा लोगों को ट्रेनिंग मिली है। इसमें कारीगरों को मॉडर्न मशीनरी और डिजिटल टूल्स जैसी नई टेक्नोलॉजी भी सिखाई जा रही है। अब तक 6.5 लाख से ज्यादा विश्वकर्मा बंधुओं को आधुनिक उपकरण भी उपलब्ध कराए गए हैं। इससे उनके उत्पादों की क्वालिटी बेहतर हुई है, उनकी उत्पादकता बढ़ी है। इतना ही नहीं, हर लाभार्थी को 15,000 रुपये का ई वाउचर दिया जा रहा है। अपने व्यवसाय को आगे बढ़ाने के लिए बिना गारंटी के 3 लाख रुपये तक लोन भी मिल रहा है। मुझे खुशी है कि 1 साल के भीतर भीतर विश्वकर्मा भाई बहनों को 1400 करोड़ रुपए का लोन दिया गया है। यानी विश्वकर्मा योजना हर पहलू का ध्यान रख रही है। तभी तो ये इतनी सफल है, तभी तो ये PM വിശ്വകർമ്മ വാർഷികത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തതിന് തെളിവ് 2015 പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത്. സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നായിരുന്നു ലീഗിന്റെ നിലപാട്. സഭയുടെ മേശപ്പുറത്ത് വെച്ച് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. ഉച്ചവാർത്ത ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്തേ.